ഇപ്പോൾ ഫോണിൽ ബന്ധപ്പെട്ടിട്ടേ ഇല്ലെന്ന് തന്നെ പറയാം. ഏത് പോറ്റി? ഈ പോറ്റിയുമായിട്ട് ആർക്ക് ബന്ധം? ഈ പോറ്റിയൊക്കെ ഞാൻ കേൾക്കണം തന്നെ ഈ ശബരിമല വിവാഹത്തിന് ശേഷമാണ്. നിങ്ങളും അങ്ങനെയൊക്കെ തന്നെയല്ലേ കേട്ടിട്ടുണ്ടാവുക? അതിന് മുമ്പ് കേട്ടിട്ടുണ്ടാ? ഇല്ല, ഉണ്ടോ ഇല്ലയോ? ഇല്ല, അതന്നെ എൻ്റെ സ്ഥിതി. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഈ പോറ്റി ഇവർക്കൊക്കെ നല്ല പരിചയമാണെന്നുള്ള കാര്യം തന്നെ എന്നെ ഞെട്ടിക്കുകയാണ്. പോറ്റി വിളിച്ചാൽ ഈ വിദ്വാരത്തിന് അങ്ങോട്ട് കയറി പോകണമെന്നാൽ അപ്പോൾ സോണിയാഗാന്ധിയെ കാണണമെങ്കിൽ പോറ്റിയുടെ സഹായം വേണോ? ഇപ്പം ഇദ്ദേഹം പറഞ്ഞു വരുന്നത് എന്താണ്? പിന്നെ സോണിയാഗാന്ധി ഒന്നും അടൂർ പ്രകാശനൊന്നും വെറുതെ ഒന്നും അപ്പോയിൻമെൻറ്റ് കൊടുക്കില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. ഈ അടൂർ പ്രകാശ് ഡൽഹിയിൽ വരുന്നതിന് മുമ്പ് എത്രയോ കാലം മുമ്പ് ഞാൻ ഡൽഹിയിലുള്ള ആളാണ്. 35 വർഷമായിട്ട് ഞാൻ ഡൽഹി പ്രവർത്തിക്കുന്ന ഒരാളല്ലേ. എനിക്കറിയില്ലേ എങ്ങനെയാണ് ഈ സോണിയാഗാന്ധിയുടെ ജന്മത്തിലെ രീതി എന്നുള്ളത്. കരുണാകരനെ പോലും കൂട്ടാക്കാതെ കരുണാകരൻ വ്രണതഹൃദയനായി തിരിച്ചു പോയ ആളല്ലേ. മുഖ്യമന്ത്രി പറഞ്ഞില്ലേ ഹെമന്ത ബിശ്വ. അത് മാത്രമല്ല, ഒരു ഡസൻ നേതാക്കളുടെ പേര് ഞാൻ പറഞ്ഞുതരാം, കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ. അപ്പോഴാണ് പോറ്റി മാത്രമല്ല ഗോവർദ്ധനും ഭണ്ഡാരിയും അടൂർ പ്രകാശും ഇവരെല്ലാം കൂടി അവിടെ ഇങ്ങനെ അങ്ങൊന്ന് വിരകുകയാണ്. എന്തായിരിക്കും അതിന് കാരണം? കാരണം SIT കണ്ടുപിടിക്കണം. എന്താ കാരണം വെച്ചാൽ ഇപ്പം ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. അതായത് അടൂർ പ്രകാശ് തൻ്റെ പ്രതികരണങ്ങളിലൂടെ, അത് മാത്രമല്ല വിരുദ്ധമായ പ്രതികരണങ്ങളിലൂടെ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ല അദ്ദേഹം ഇപ്പോൾ പറയുന്നത്, ഈ പ്രതികരണങ്ങളിലൂടെ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തെയും വലിയ ഒരു അപകടത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കെങ്കിലും ബോധ്യമുണ്ടാകണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. പോറ്റിയത് ഇവരൊക്കെയാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ല. ഇപ്പം ഇനിയിപ്പോൾ അടുത്ത പാർലമെൻറ്റ് സമ്മേളനം വരുമ്പോൾ പോറ്റിയെ ജന്മത്തിൽ കയറ്റിയത് ആരെന്നുള്ളൊരു മുദ്രാവാക്യം കൂടി ഇവർ വിളിക്കേണ്ടി വരും. കഴിഞ്ഞ പ്രാവശ്യത്തെ പാരഡിക്ക് പകരം വേറൊരു പാരഡിയും കൂടെ കണ്ടെത്തണം. പോറ്റിയെ 10 ജന്മത്തിൽ കയറ്റിയത് ആര്? അടുത്ത ടാഗ് ലൈൻ അതായിരിക്കണ്ടേ? ആ ടാഗ് ലൈൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ അടൂർ പ്രകാശിൻ്റെ മണ്ടത്തരമൊക്കെ വഴിവെക്കുന്നത്. ഈ പോറ്റി മുഖ്യമന്ത്രി ഞങ്ങൾ ഈ പാരഡിയൊന്നും പാടാൻ വേണ്ടി നിൽക്കില്ല കേട്ടോ. എന്നുവെച്ചാൽ കേരളത്തിൻ്റെ പേരെങ്ങനെ മോശമാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ പാർലമെൻറ്റിൻ്റെ കവാടോ പാർലമെൻറ്റിൻ്റെ അങ്കണമൊന്നും ഞങ്ങൾ അതിന് വേണ്ടി ഉപയോഗിക്കില്ല.